ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് GraphQL ആണ്. GraphQL വിത്ത് റിയാക്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ മുമ്പത്തെ സെക്ഷനിൽ വേർഡ് പ്രസ് ആണ് നോക്കിയിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഇൻട്രപ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഞാനിപ്പോൾ GraphQL പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്കിൻ്റെ ആവശ്യത്തിന് അത് ആവശ്യം വരുന്നുണ്ട്. സോ അതിനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ല വേർഡ് പ്രസ് ചെയ്യാനുള്ളത്. സോ ഞാനിപ്പോൾ അത് തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. എന്നിട്ട് GraphQL ആരംഭിക്കുകയാണ് ഇവിടെ നിന്നിട്ട്. ഓക്കെ, ഇതൊരു ക്രാഷ് കോഴ്സ് പോലെ ആയിരിക്കും. ലൈക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് പെട്ടെന്ന് തീർക്കാൻ, ലൈക്ക് ഒരു അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് GraphQL പഠിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ള പ്ലാനിന് വേണ്ടിയിട്ട് ഞാൻ ഈ സെക്ഷൻസ് ആരംഭിക്കുന്നത് GraphQLൻ്റെ. ഓക്കെ, സോ ഞാനും പഠിച്ചു തുടങ്ങുന്നുള്ളൂ. എനിക്കറിയുന്ന കാര്യങ്ങൾ ആസ് യൂഷ്വൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പറ്റുന്നത് GraphQL കവർ ചെയ്യുന്നത്. സോ ബേസിക്കലി മൂന്ന് സാധനം നമ്മൾ കവർ ചെയ്യുമ്പോൾ ടോപ്പിക്സ് അല്ല, 3 സെക്ഷൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. വൈ ഡസ് GraphQL എക്സിസ്റ്റ്, വാട്ട് ഈസ് GraphQL ആൻഡ് ഹൗ ഡു യു യൂസ് GraphQL. സോ ബേസിക്കലി ഇതായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. ഈ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ യൂഷ്വലി കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പക്ഷേ GraphQLന് ബേസിക്കലി അതിന് നമ്മൾ APIയും റെസ്റ്റ്ഫുൾ തിങ്സും കുറച്ച് ബേസിക്സ് അറിഞ്ഞിരിക്കണം. സോ ഞാനിപ്പോൾ അതിൻ്റെ ബേസിക്സാണ് ആരംഭിക്കാൻ പോകുന്നത്. എന്താണ് റെസ്റ്റ്ഫുൾ റൗട്ടിങ് എന്നൊക്കെ ഉള്ളത്. സോ ബേസിക്കലി റെസ്റ്റ്ഫുൾ റൗട്ടിങ് എന്താണെന്ന് വെച്ചാൽ, ഗിവൻ എ കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഓൺ എ സെർവർ, ദർ ഷുഡ് ബി യൂണിഫോം URL ആൻഡ് HTTP റിക്വസ്റ്റ് മെത്തേഡ് യൂസ് ടു യൂട്ടിലൈസ് ദാറ്റ് കളക്ഷൻ ഓഫ് റെക്കോർഡ്സ്. ഓക്കെ, സോ ബേസിക്കലി ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ കളക്ഷൻ ഓഫ് ഡാറ്റ ഉണ്ടാവും. എവിടെ, സെർവറിലോ അവിടെ എവിടെയും നമ്മൾ ഡാറ്റ സേവ് ചെയ്യുമല്ലോ. സോ ആ സെർവറിൽ എനിക്കൊരു CRUD ഓപ്പറേഷൻ നടക്കണം. ലൈക്ക് എനിക്ക് ആ സെർവറിൽ എനിക്ക് പുതിയ ഡാറ്റ പുഷ് ചെയ്യണം സെർവറിലേക്ക്, അല്ലെങ്കിൽ അവിടെയുള്ള ഡാറ്റ റീഡ് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ഓൾറെഡി സെർവറിലുള്ള ഡാറ്റ എനിക്ക് എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം. സോ അങ്ങനത്തെ ഓപ്പറേഷൻസ് ഒക്കെ നടത്തണമെങ്കിൽ നമ്മളൊരു API യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം. സോ ഞാനിവിടെ റെസ്റ്റ്ഫുൾ യൂസ് ചെയ്യുമ്പോൾ ഒരു HTTP റിക്വസ്റ്റ് ആയിരിക്കും ഞാനിവിടെ പാസ് ചെയ്യുന്നുണ്ടാവുക സെർവറിലേക്ക്. എന്നിട്ട് ഞാൻ പറയും ലൈക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ആ ഒരു മെൻഷൻ ചെയ്യും, മെത്തേഡായിട്ട് മെൻഷൻ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബേസ് ആയിരിക്കും അത് ഓപ്പറേഷൻസ് വർക്ക് ഉണ്ടാകുക. ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും, ബട്ട് ഇത് പ്രശ്നമാക്കണ്ട. ലൈക്ക് ലേറ്റർ ഓൺ ഫുൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഇതിനെ പറ്റിയിട്ട്. സോ നമ്മുടെ ഡാറ്റ ഒരു സെർവറിൽ സ്റ്റോർ ചെയ്തിട്ട് അതിൽ CRUD ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു API യൂസ് ചെയ്യും. റെസ്റ്റ്ഫുൾ ആണെങ്കിൽ ആ റെസ്റ്റ്ഫുൾ റൗട്ടിങ് വെച്ചിട്ടായിരിക്കും യൂഷ്വലി നമ്മൾ എഴുതുന്നുണ്ടാവുക. APIs ഒക്കെ ഡാറ്റ എടുക്കാനും ഡിലീറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ പോലെ നോക്കാം. ഒരു എക്സാമ്പിൾ കണ്ടാൽ ചിലപ്പോൾ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവും. ഇത് ഇൻ്റർഫേസ് നമ്മൾ ഉണ്ടായിരിക്കുക. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടാക്കിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ യൂസറിന് കുറച്ച് ബ്ലോഗ് പോസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് അടുത്ത ഇൻ്റർഫേസ് ഉണ്ടാവും. സോ ബ്ലോഗ് പോസ്റ്റ് എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ബ്ലോഗ് പോസ്റ്റ് കണ്ടൻറ്റ് എന്തെങ്കിലും നമ്മൾ എഴുതുമല്ലോ, കണ്ടൻറ്റ് എഴുതിയിട്ട് പോസ്റ്റ് ബട്ടൺ നിൽക്കുമ്പോൾ നമ്മൾ HTTP റിക്വസ്റ്റ് പാസ് ചെയ്യും. ആ പാസ് ചെയ്യുമ്പോൾ ഈ എഴുതിയ കണ്ടൻറ്റും കൂടി കറസ്പോണ്ടിങ്ങിൽ പാസ് ചെയ്യും എവിടേക്ക്, സെർവറിലേക്ക്. അപ്പോൾ ഡാറ്റ അവിടെ സ്റ്റോർ ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ഡാറ്റ എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഫെച്ച് ചെയ്തെടുക്കും ഡാറ്റ. അത് സെക്കൻഡ് ഇൻ്റർഫേസ്, റീഡ് ഓർ ഡിലീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫെച്ച് ചെയ്ത ഡാറ്റ എനിക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി റീഡിങ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഡാറ്റ വന്ന സ്ഥിതിക്ക് നമ്മളിവിടെ റീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എഡിറ്റ് യൂസ് ചെയ്യാം നമുക്ക്. എന്നിട്ട് കറസ്പോണ്ടിങ്ങിൽ അടുത്ത API പാസ് ചെയ്യും. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത API നമ്മൾ കോൾ ചെയ്തിട്ട് നമ്മൾ പറയും ഈ ഡാറ്റ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതേപോലെ എനിക്ക് ഈ ഡാറ്റ വേണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും. ഓക്കെ, നമ്മൾ ഡിലീറ്റ് ചെയ്ത ഈ ഡാറ്റ ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ഞെക്കുമ്പോൾ കറസ്പോണ്ടിങ് API കോൾ ചെയ്തിട്ട് നമ്മൾ പറയും സെർവർ റിമൂവ് ചെയ്യാൻ പറയും പർട്ടിക്കുലർ റെക്കോർഡ്. ഓക്കെ, ഇതാണ് ഒരു സാമ്പിൾ ഇൻ്റർഫേസ് കൊടുത്തിരിക്കുന്നത് ഇതിന് GraphQLന് വേണ്ടിയിട്ട് നമ്മൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് അല്ല, ഒരു ജനറൽ കൺവെൻഷൻസ് നമുക്ക് നോക്കാം. ഈ റെസ്റ്റ്ഫുൾ റൗട്ടിങ്ങിനുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡിലീറ്റ് ചെയ്യാൻ, ഫെച്ച് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആ കറസ്പോണ്ടിങ് മെത്തേഡ് ഉണ്ട്. HTTP മെത്തേഡ് നമ്മൾ കറസ്പോണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ജനറൽ കൺവെൻഷനുണ്ട് അത് യൂസ് ചെയ്യണതിൻ്റെ. സോ ആ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ,
സോ ഇതാണ് ഒരു ഹാൻഡ്ലിംഗ് പോസ്റ്റ്. നമ്മൾ ബ്ലോക്ക് പോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. സോ കറസ്പോണ്ടിംഗ്ലി എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ ബ്ലോക്ക് പോസ്റ്റ് ആയിരുന്നു. ആ കറസ്പോണ്ടിങ് ഹാൻഡ്ലിംഗ് ബ്ലോക്ക് പോസ്റ്റിൻ്റെ കറസ്പോണ്ടിങ് ലൈക്ക് എന്താ പറയുക, ഒരു ജനറൽ കൺവെൻഷൻസ് ആണ് ഇത്. URL/പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ എഴുതുമല്ലോ, google.com/ ഫോർ എക്സാമ്പിൾ പോസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി ആ API കോൾ ചെയ്തിട്ട് നമ്മൾ പറയും എന്ത് മെത്തേഡാണ് പാസ് ചെയ്യേണ്ടതെന്ന് പറയും. ഇപ്പോൾ പോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ബേസിക്കലി ഒരു പുതിയ പോസ്റ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം URL യൂസ് ചെയ്തിട്ട് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് ബേസിക്കലി ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എല്ലാ റെക്കോർഡ്സും സെർവറിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് നെസ്റ്റഡ് മെത്തേഡ് എന്ന് പറയുക. നെസ്റ്റഡ് റെക്കോർഡ്സിന് വേണ്ടിയിട്ട് ലൈക്ക് എനിക്കൊരു പെർട്ടിക്കുലർ പോസ്റ്റ് 14 മാത്രം വേണം എന്നുണ്ടെങ്കിൽ ലൈക്ക് post/14 അത് ഗെറ്റായിരിക്കും. സോ യൂസ് ചെയ്തെടുക്കാം. അതുപോലെ ഇത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് 15 എനിക്ക് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മെത്തേഡ് പുട്ട് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ എനിക്ക് 18 പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ മെത്തേഡ് ഡിലീറ്റ് യൂസ് ചെയ്യുക. സോ ഇതാണ് കറസ്പോണ്ടിങ്ങിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് CRUD ഓപ്പറേഷൻസിൽ. ഇപ്പോൾ ക്രിയേറ്റ്, റീഡ്, എഡിറ്റ്, ഡിലീറ്റ്, CRUD എന്ന് പറയും. അപ്ഡേറ്റ്, ഡിലീറ്റ് ആക്ച്വലി CRUD എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറസ്പോണ്ടിങ് മെത്തേഡ് യൂസ് ചെയ്യും ആക്ച്വലി. ഇതാണ് പോസ്റ്റ്, ഗെറ്റ്, പുട്ട്, ഡിലീറ്റ് ആയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി കുറച്ചും കൂടി ഇലാബറേറ്റഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് എക്സാമ്പിൾ നോക്കാം. ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആവും എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മൾ ആസ് യൂഷ്വൽ വർക്ക് ചെയ്ത് തുടങ്ങിയ ശേഷം കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാവും നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ. സോ ഇത് ഒരു സെർവറിന് ഡാറ്റ എടുക്കണമെങ്കിൽ 4 ഓപ്പറേഷൻസ് വെച്ചിട്ട് നമ്മൾ എടുക്കുക. ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യും. ഈ 4 ഒരുമിച്ചല്ല, ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് കറസ്പോണ്ടിങ്ങിലി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു കുറച്ചുകൂടി കൺവെൻഷൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, റെസ്റ്റ്ഫുൾ കൺവെൻഷൻ നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് എന്താ പറയുക, ഒരു റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കറസ്പോണ്ടിങ്ങിലി മെത്തേഡും HTTP മെത്തേഡും അതിൻ്റെ ഓപ്പറേഷൻസും അതിൻ്റെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടേബിൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്ക് ക്രിയേറ്റ് ആ റെക്കോർഡാണെങ്കിൽ /name ചുമ്മാ നമ്മൾ കൊടുക്കുമല്ലോ, അതേപോലെ /name നമുക്കിപ്പോൾ ഈ നെയിമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ആക്ച്വലി നമ്മൾ API ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗെറ്റിനും ഇത് എനിക്ക് നെസ്റ്റഡിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഞാൻ നെസ്റ്റഡ് യൂസ് ചെയ്യുക. ലൈക്ക് എനിക്ക് കറസ്പോണ്ടിങ് ID വേണമെന്നുണ്ടെങ്കിൽ ഈ ID ആണ് പാസ് ചെയ്യുന്നത് നമ്മൾ, എന്നിട്ട് അത് വെച്ചെടുക്കും. അപ്പോൾ ഞാനിവിടുന്ന് പാസ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് post/13 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പാരാമീറ്റർ ആയിരിക്കും വെച്ചെടുക്കുന്നുണ്ടാവുക. ID വെച്ചിട്ട് നമ്മൾ കറസ്പോണ്ടിങ്ങിലി ഈ പർട്ടിക്കുലർ റെക്കോർഡ് നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, അതിൻ്റെ കുറച്ച് അടുത്ത എക്സാമ്പിൾ ഇത് സെയിം തന്നെയാണ്. ഞാൻ ഇത്ര എക്സാമ്പിൾസ് വരച്ച് എടുത്തു എന്നുള്ളൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് യൂസേഴ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ /users ക്രിയേറ്റ് ന്യൂ യൂസർ, അതിൽ ഗെറ്റ് മെത്തേഡ്. പോസ്റ്റ് ആണെങ്കിൽ ക്രിയേറ്റ് ന്യൂ യൂസർ, ഗെറ്റ് ആണെങ്കിൽ എനിക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും ഫുൾ യൂസേഴ്സിനെ. എനിക്ക് കറസ്പോണ്ടിൽ 23 എന്നുള്ള യൂസർ മാത്രം ഫെച്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് യൂസർ ID 23 പാസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. അതേപോലെ എനിക്ക് 23 യൂസറിൻ്റെ കറസ്പോണ്ട് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ പുട്ട് ചെയ്യാം. പിന്നെ അത് 23 യൂസറിന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നെസ്റ്റഡ് ആണ് ആക്ച്വലി. ഇനി താഴെ കാണുന്നത് നെസ്റ്റഡ് റെക്കോർഡ്സ് എനിക്ക് പിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ യൂസേഴ്സിൽ 23 എന്നുള്ള യൂസറിൻ്റെ കറസ്പോണ്ടിങ് പോസ്റ്റ് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. ലൈക്ക് ഇങ്ങനെ ഈ ഒരു /users/23/post കറസ്പോണ്ടിങ്ങിൽ എനിക്ക് ഈ യൂസേഴ്സിനൊക്കെ ഫുൾ പോസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഗെറ്റ് മെത്തേഡ് വെച്ച് യൂസ് ചെയ്ത് നമുക്ക് വിളിക്കാൻ പറ്റും. ഇത് പറഞ്ഞ പോലെ 23 എന്നുള്ള യൂസറിൻ്റെ ഫുൾ പോസ്റ്റ് കിട്ടണമെങ്കിൽ ഈ നമ്മളിത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുൾ പോസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, 23 എന്നുള്ള യൂസറിൻ്റെ 14 ഇത് പോസ്റ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ്ങിൽ യൂസ് ചെയ്യും. അതേപോലെ സോ ബേസിക്കലി ഇതെന്താണെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ്ങിൽ എനിക്ക് എൻ്റെ നെസ്റ്റഡ് ആയിട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്യണത്. ഇപ്പോൾ യൂസേഴ്സ് ഉണ്ട്, യൂസേഴ്സിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്. ആ യൂസേഴ്സിൻ്റെ ഉള്ളിൽ കറസ്പോണ്ടിങ് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൻ്റെ ഉള്ളിൽ ഇനിയൊരു പോസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇതിപ്പോൾ നെസ്റ്റഡ് പാരൻറ്റ് ചൈൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താ പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര കൺഫ്യൂഷനാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ. സോ നെസ്റ്റഡ് URL നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരിക്കലും, കാരണം അത് ഭയങ്കര വേഴ്സായിട്ടായിരിക്കും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരിക ഇങ്ങനെ നെസ്റ്റഡ് യൂസ് ചെയ്യണമെങ്കിൽ.
സോ നമ്മൾ ഇതൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യും ആക്ച്വലി ലേറ്റർ ഓൺ. ലൈക്ക് ഇത് നമ്മൾക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം, ഈ മെത്തേഡ്സൊക്കെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ലേറ്റർ ഓൺ നോക്കുന്നതാണ്. സോ ഞാൻ ഈ സെഷൻ ഇവിടെ വെച്ച് നിർത്താണ്. ആസ് എ സെഡ് ലൈക്ക് ബിഫോർ, ഭയങ്കര ക്രിസ്പായിട്ടായിരിക്കും ഞാൻ ഈ ഗ്രാഫ് ക്യു എല്ലിൻ്റെ ക്ലാസ്സസൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക, പരമാവധി ക്രിസ്പായിട്ട്. സോ പീപ്പിൾ ക്യാൻ ലൈക്ക്, നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ അത് ഗോ ത്രൂ ചെയ്യാനും വേണ്ടിയിട്ട് ആയിരിക്കും ഇതുണ്ടാക്കുക. സോ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.